എന്താ അമ്മ കാട്ടുന്നത്? മകനെ അന്ന് മീന് നമുക്ക് വലുതൊന്നും കിട്ടിയില്ലേ? അപ്പൊ ഞാൻ അതിലത്തെ പകുതി എടുത്തിട്ട് ഉപ്പും മുളകൊക്കെ തിരുമ്പിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു. അല്ലാണ്ട് നമ്മളെ ഒറ്റയ്ക്ക് ഇത് അത്ര ചെലവാകില്ലല്ലോ. അപ്പൊ ഇന്നിപ്പോ ആ കുട്ടനൊക്കെ ഉണ്ടല്ലോ, എന്നാ പിന്നെ എനിക്ക് മുറിക്കാൻ സാധിക്കില്ല. അപ്പൊ കുട്ടന്റെ അടുത്ത് അതൊന്ന് മുറിച്ചതാ മാനേ പറഞ്ഞിട്ട് മുറിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് വറുക്കാനേ. അത് മുറിച്ചിട്ട് മുറിയില്ല, അതിന്റെ മുള്ളൊക്കെ നല്ല മന്ദം മുള്ളാണ്, നമ്മൾ കത്തി മുറിയില്ല. അത് നോക്കുക അല്ലേ? വെട്ടി മുറിക്കും പോലെ ചെയ്യണം കണക്ക് പറഞ്ഞു. ഇതൊക്കെ മുറിച്ച് തന്നെ ചന്തത്ത് കിട്ടി, സൂപ്പറായി കിട്ടി. അത് കിട്ടി, അത് അത്ര ഇതാവില്ല, വലിയ കഷ്ണമല്ലേ, മുറിയില്ല. നോക്കാം നമുക്ക്. നമുക്ക് എന്താ ചെയ്യാ? വറുക്കുക, അല്ലാണ്ട് ചാറ് വെച്ചാ പിടിക്കുന്നില്ല, വേണ്ട. അമ്മയ്ക്കൊന്നും വലിയ മീൻ ഇഷ്ടമല്ല. കാണുമ്പത്തിന് എന്താ തോന്നുന്നുണ്ട്. ഇത് എന്താ പറയാ, വമ്പനല്ലേ, ഇറച്ചി കഷ്ണം പോലെ അത്ര ഇരിക്കണ വേണ്ട. നമുക്ക് വറുക്കാം അല്ലേ? വറുക്കാം, ചെറിയ ചെറിയ കഷ്ണമായിട്ട് വറുത്ത കുറച്ച് ഉപ്പുമുളകൊക്കെ പിടിക്കും. ശരി, നോക്കാം നമുക്ക്. മീനൊക്കെ മുറിച്ചു, ഇനിയിപ്പോ ഇത് നേരെ ഉപ്പുമുളകും തരുമ്പണ്ടേ. മസാല നമ്മൾ അന്ന് ശരിയാക്കി വെച്ചതുണ്ട്, അത് എടുക്കാമനെ. അപ്പൊ നമുക്ക് അതിനായിട്ട് തിരുമ്പാ അല്ലേ? അത് മതി. നല്ല മണമുണ്ടമ്മ മസാല. അത് ഇരുന്നിരുന്ന് നല്ല രസമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടാവും. സൂപ്പറായിട്ട്. പൊട്ട് വെള്ളം ഒഴിക്കാം അല്ലേ? എന്നാലേ സെറ്റ് ആവുള്ളൂ. മസാലയൊക്കെ നല്ല കുഴമ്പ് പോലെ ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അത് ആദ്യം മത്തിയിട്ട് തിരുമ്പ്, അമ്മയ്ക്ക് അത് ആദ്യം വറുക്കാൻ വെക്കാലോ. കുറച്ചിട്ട് വത്തിരുമ്പുണ്ട്. ഇവരിതൊന്നും കഴിക്കില്ല, അപ്പൊ മത്തിയല്ലേ ഇവര് കഴിക്കുള്ളൂ. നമ്മുടെ അവിടെ എല്ലാവരും എല്ലാം കഴിക്കില്ലല്ലോ, അത് കാരണം അപ്പൊ മത്തി കഴിക്കണം. മത്തി കഴിക്കട്ടെ, കട്ടല കഴിക്കട്ടെ, കട്ടല കഴിക്കട്ടെ. നമ്മുടെ അവിടെ എല്ലാവർക്കും ഇത്തിരി എരിവൊക്കെ ചൊടുന്നതിന് വേണ്ടത് കൊണ്ടാണ് ഇത്ര നിറം. ഇത്ര നിറല്ലേ? മസാലയൊക്കെ റെഡിയായി. നമുക്ക് ഈ മീനിൽ തേച്ചാലോ? മീനിൽ തേച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ചാലേ നന്നായി പിടിക്കുള്ളൂ. അതന്നെ പറഞ്ഞു. എണ്ണ ഒഴിക്കണം. എന്നാലേ ആ